ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇത് രാവിലെ എഴുന്നേറ്റ പാട് ബെഡ്ഷീറ്റൊക്കെ മാറുകയാണ്. യൂക്കോട്ടിനും ഉണ്ട് കൂടെ. കുറച്ച് നേരം ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റി കഴിഞ്ഞ് കുറച്ച് നേരം യൂക്കോട്ടിൻ്റെ കൂടെ ഇരുന്ന് കളിച്ചു. കളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആൾ പാല് വേണമെന്ന് പറഞ്ഞു. ആൾക്ക് രാവിലെ തന്നെ പാല് കുടിക്കുന്ന ശീലമുണ്ട്. പാൽ അടുപ്പത്ത് വെക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോന്നപ്പോൾ അവനും പോന്നു കൂടെ. ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് നേരെ അടുപ്പത്ത് വെച്ചു. ഇന്നലെ കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു, ചീത്തയാവാണ്ടിരിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. അത് അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് വെള്ളവും ചേർത്തു അതിനകത്തേക്ക്. അവനെ ഞാൻ അവിടെ സ്ലാബിന്റെ പുറത്ത് ഇരുത്തിയിട്ട് അവനോട് ഞാൻ എന്താ കഴിക്കാൻ ഉണ്ടാക്കണ്ടേന്ന് ചോദിച്ചു. അവൻ അപ്പം തന്നെ പറഞ്ഞു പുട്ടും പഴവുന്ന്. ഇവിടെ അച്ഛനും മോനോട് എന്താ രാവിലെ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചാൽ പുട്ടെന്നല്ലാണ്ട് വേറെ ഒന്നും പറയാൻ പോകുന്നില്ല അവര്. എന്നും രാവിലെ ഞാൻ എന്താ കഴിക്കാൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അച്ഛനും മോനും പറയും പുട്ട് മതിയെന്ന്. പുട്ടെങ്കിൽ പുട്ട് എനിക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. കാര്യം എനിക്ക് വലിയ പിടുത്തമില്ലെങ്കിലും പുട്ടിനോട് ഉണ്ടാക്കാൻ എളുപ്പമായതുകൊണ്ട് അതങ്ങോട്ട് ഉണ്ടാക്കും. ഇവൻ എൻ്റെ കൂടെ അടുക്കളയിൽ വന്നിരിക്കുന്നതിന്റെ കാര്യം എന്തെങ്കിലും ഒരു കുരുത്തക്കേട് ഒപ്പിക്കാനായിരിക്കും കേട്ടോ. ഇന്ന് പാഷൻ എൻ്റെ ഒപ്പം പുട്ടുണ്ടാക്കാൻ കൂടിയേക്കുമായിരുന്നു. പാല് തിളപ്പിക്കാൻ വെച്ച കൂട്ടത്തിൽ ഇന്നലത്തെ സോയാബീൻ രാത്രി ഒലത്തിയത് ചൂടാക്കണമുണ്ട് കേട്ടോ കൂടെ. ഇതാവുമ്പോൾ പുട്ടിൻ്റെ ഒപ്പം എനിക്ക് കഴിക്കുകയും ചെയ്യാം. എനിക്ക് മാത്രമായിട്ട് കറി ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര മടി. ഞങ്ങൾ ഒരുമിച്ച് ഇതേ പുട്ടുണ്ടാക്കുക കേട്ടോ. പഞ്ചസാര തിന്നാൻ പാടില്ല കുട്ടിയോള്. ആ പഞ്ചസാര തിന്നാനാ നിനക്ക് വിശക്കുന്നേ? നിനക്ക് പുട്ടും പഴം വേണമെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ പുട്ടുണ്ടാക്കണേ. പുട്ട് വേണ്ടേ? പഞ്ചസാര മതിയാ? അടി മേടിക്കും പഞ്ചസാര എടുക്ക. ആ വെക്ക് കുഞ്ഞോടെ പഞ്ചസാര പാത്രം. എന്തിനാ കരയണേ? ഏത് വേണം? പഞ്ചസാര കുട്ടികള് തിന്നാൻ പാടില്ല. ഏത് രാത്രി ഉറങ്ങി എഴുന്നേരപ്പോ പഞ്ചസാര തിന്നു? ശക്തിമാനാവണ്ടേ? മസിൽമാനാവണ്ടേ? മസിൽമാനൊക്കെ ആവണെങ്കി പഞ്ചസാര കഴിക്കാൻ പാടില്ല. പഞ്ചസാര തിന്നാനാണ് നിനക്ക് വിശക്കുന്നേ? ഞാൻ പിന്നെ പുട്ട് വേണ്ടല്ലോ, ഞാൻ ഓഫ് ചെയ്യാൻ പോവാ പുട്ട്. പഞ്ചസാര തിന്ന് വയറ് നിറച്ചോളൂ. അയ്യോ വേടാ. പഞ്ചസാര തിന്നാൻ പാടില്ലാന്ന്. ഇതേത് കുഞ്ഞിതാണ്. ഞാൻ കുറച്ച് പഞ്ചസാരയും കൊടുത്ത് ടി വി ആണ് കൊണ്ടുവന്നിരുത്തി. അതാകുമ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നോളും. എന്നിട്ട് ഞാൻ നേരെ വന്ന് പുട്ട് കുത്തി. ഒറ്റ കുറ്റി പുട്ടായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരു കഷ്ണം അവനും ഒരു കഷ്ണം എനിക്കും. ചേട്ടൻ നേരത്തെ ജോലിക്ക് പോയി തന്നെ പുറത്തുനിന്ന് കഴിച്ചോളാന്ന് പറഞ്ഞു. ഇതേ നോക്കിയാൽ നല്ല ആവി പറക്കണ ചൂട് ചൂട് പുട്ട്. എനിക്കും അവനുള്ളതായി. ഇനി പെണ്ണിനുള്ള കുറുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. പുട്ട് വാങ്ങി വെച്ചിട്ട് നേരെ കൈയോടെ ഞാൻ പോയി പാത്രമൊക്കെ കഴുകി വെച്ചു. പിന്നെ കഴുകാതെ നോക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു ലോഡ് പാത്രവും, സിങ്ക് നിറച്ച് പാത്രവും. കൈയോടെ തന്നെ അവിടെ തുടച്ചിടുകയും ചെയ്തു. സമയത്ത് കുഞ്ഞ് എഴുന്നേറ്റുണ്ടാവും. കുഞ്ഞ് അച്ഛൻ്റെ ഒപ്പം ഇരുന്ന് കളിക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ടി വിയിൽ കാർട്ടൂൺ എന്തെങ്കിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചു നേരം അത് ഇരുന്ന് കണ്ടോളൂ. കിളയിൽ എന്തെങ്കിലും വെച്ചുണ്ടാക്കി കഴിഞ്ഞാൽ കൈയോടെ പാത്രം കഴുകി അവിടെ തുടച്ചിട്ട് ആ പണി അങ്ങോട്ട് കഴിയും. ഞാൻ ചെയ്യാന്ന് വിചാരിച്ചിരുന്ന അവിടെ കിടക്കലേ ഉണ്ടാവുള്ളൂ. ഈ കാണുന്ന തുണി മൊത്തം എനിക്ക് മടക്കാനുള്ളതാണ്. ഇത് ഇന്നലെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നെങ്കിലും ഒന്ന് മടക്കണം. അത് നിങ്ങൾ എന്നെ പോലെ മടിച്ചാണോ ഗൈസ്? അതൊക്കെ പോട്ടെ. കൈയോടെ ഞാൻ അത് കഴിഞ്ഞ് ഇവിടെ അടിച്ചൊക്കെ ഇട്ടു. എത്രയൊക്കെ അടിച്ചു വാരി അടുക്കി പറക്കി ഇട്ടാലും അവൻ പിന്നെയും പഴയതുപോലെ തന്നെ ആക്കി വെക്കും. ചുവരിലൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ കുഞ്ഞിനുള്ള കുറുക്കുണ്ടാക്കുകയാണ്. ഹെൽത്ത് മിക്സ് പൗഡർ ആട്ടോ. ഇങ്ങനെ കടയിൽ നിന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഹെൽത്ത് മിക്സ് പൗഡർ എന്ന് പറഞ്ഞാൽ. അതാണ് ആൾക്ക് കൊടുക്കണം ഇന്നിപ്പോൾ രാവിലെ. അല്ലെങ്കിൽ അമൃതം പൊടി കൊടുക്കാറുണ്ട്, റാഗിപ്പൊടി കൊടുക്കാറുണ്ട്. കുറുക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല, എന്നാലും
ഒന്നുമില്ലെങ്കിൽ ഇതുപോലെ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളൂ. ഇന്നിപ്പോൾ പുട്ടായതുകൊണ്ട് ആൾ പുട്ട് കഴിക്കില്ല. ദോശയൊക്കെ ആണെങ്കിൽ ആൾ ദോശ കഴിച്ചേനായിരുന്നു. ഇപ്പോൾ കുറുക്കൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് കഴിക്കില്ല. നമ്മളെന്താണ് ഉണ്ടാക്കുന്നത് അതാണ് കഴിക്കണത്. ഇപ്പോൾ പുട്ടായതുകൊണ്ട് ഞാനിപ്പോൾ കുറുക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതേ കൈയോടെ തന്നെ അത് ചൂടാറാൻ വെച്ചു. കുറുക്ക് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ചെറുക്കന് പോയി ചായ കൊടുക്കാം. അവൻ തന്നെ കഴിക്കില്ല, ഞാൻ വാരി കൊടുക്കണം. കാര്യം അംഗൻവാടിയിൽ തന്നെ കഴിക്കാം. പക്ഷേ വീട്ടിൽ വരുമ്പോൾ തന്നെ കഴിക്കാൻ പറഞ്ഞ ആൾ എന്ത് ചെയ്താൽ കഴിക്കൂല, അമ്മി വാരി തരാൻ പറയും. അവന് ഞാൻ ഒരു കഷ്ണം പുട്ടും 2 പഴം ആട്ടോ എടുത്തത്. ഇതവൻ്റെ പാത്രമാണ്. അവന് ചോറ് കൊടുക്കണം, ചായ കൊടുക്കുന്നത് ഈ പാത്രത്തിലാട്ടോ. ഒരു മഗ്ഗും കൂടി ഉണ്ട് ചായ കുടിക്കുന്നത്. അത് ആർക്കും കൊടുക്കില്ല, അത് അവന് മാത്രം കുടിക്കാനുള്ളതാണ്. ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അന്നവിടെ പൊളിക്കും. അവനവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അവന് പോയി ചായ കൊടുത്തിട്ട് വരാം. അവനവിടെ അവൻ്റെ ഫേവ് കാർട്ടൂൺ കണ്ടിരിക്കുകയാണ്. ഇപ്പം പാവ് പെട്രോൾ എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ ആട്ടോ കാണുന്നത്. അത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനു മുമ്പ് മങ്കി ആൻഡ് ട്രങ്ക്, മാഷ ബീർ അതൊക്കെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പാപ്പ നിന്നേ തങ്കച്ചേച്ചി എടുത്ത് കളിക്കാൻ പോണോ? തങ്കച്ചേച്ചി എടുത്ത് അംഗൻവാടി പോയിട്ട് വന്നിട്ട് കളിക്കാന്നേ. ഇപ്പൊ സമയമില്ല കളിക്കാൻ പോവാൻ. അംഗൻവാടി പോണ്ടാത്ത ഫൈസാനൊക്കെ അംഗൻവാടി വരുമല്ല. അമ്മ വീട്ടിൽ പോയില്ല. ഫൈസാന അവിടെ ഉണ്ട്. തമ്പുരുവേ ഇവിടെ വേണ്ടടാ. അപ്പത് ഞങ്ങളും ഞങ്ങളും കൂടി കളിയാണ് അവിടെ കിടന്ന്. ഒരുപാട് നേരം ഇതുപോലെ ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റില്ല. എപ്പോഴാണ് ഇടി വീഴണേന്ന് പറയാൻ പറ്റില്ല. രണ്ടും കീരിയും പാമ്പുമാണ്. ഞാൻ അവൾക്ക് കഴിക്കാനുള്ള കുറുക്ക് എടുത്തോട്ട് വന്നു. അവൾക്ക് ഫുഡ് കൊടുക്കാന്ന് പറയുന്നത് ഒരു വല്ലാത്ത ടാസ്ക്കാണ്. എന്ത് ചെയ്ത ഫുഡ് കഴിക്കില്ല, ഭയങ്കര മടി. പ്രത്യേകിച്ച് കുറുക്കും കൂടി ആവുമ്പോൾ നോക്കുക വേണ്ട. ഇനി ഞാൻ നാട്ടിലുള്ള പട്ടീനെയും പൂച്ചേനെയും കാട്ടിലുള്ള ആനേനെ അവരെ വിളിച്ചു വരുത്തിയാലാണ് ഇവളിനി അതൊന്നും കഴിക്കുള്ളൂ. കൊമ്പനാന ഇവിടെ കൊമ്പനാന. ഉയ്യോ കൊമ്പനാന വന്നോ? അത് ബേബിക്ക് പാവയ്ക്ക് കൊടുക്കും. വേണ്ടതേ അമ്മ ബേബിക്ക് കൊടുക്കും. കുഞ്ഞിന് വരും. ചേട്ടാ കഴിച്ചോക്കിയേ. തമ്പുരുവിൻ്റെ ഇപ്പോഴത്തെ സ്ഥിരം പരിപാടിയാണ് ഇതുപോലെ ജനൽമ കയറി നിൽക്കുന്നത്. എന്നിട്ട് വീണ് കഴിഞ്ഞിട്ടിരുന്ന് നൂല് വിളിക്കും. പിന്നെ ആ ഭിത്തി കാണുന്ന കലാവിരുതൊക്കെ ഈ കിടക്കുന്ന മഹാന്റെയാണ്. തമ്പുരുവിന് കുറുക്ക് കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ തല വിടർത്താൻ വന്നേക്കുവാണ്. ഞാനിങ്ങനെ ആണ്ടിലും കൊല്ലത്തിലുമാണ് തലയൊക്കെ വിടർത്തോളൂ. ഞാനങ്ങനെ എന്നും തലയിരില്ല. ഇന്നിപ്പോൾ 2-3 ദിവസം ഈരിയിട്ട്. അത് കാരണം നല്ല രീതിക്ക് ജട ഉണ്ടായിരുന്നു. ജടയൊക്കെ ഈരി മാറ്റിയതിന് ശേഷം കേട്ടോ തലയിൽ എണ്ണ ഇട്ടത്. അതാകുമ്പോൾ തല വേദന എടുക്കില്ല. അല്ലെങ്കിൽ അല്ലാണ്ട് വെളിച്ചെണ്ണ ഇടുമ്പോൾ തല നല്ലോണം വേദന എടുക്കും. അത് കാരണം ഞാൻ ജടയൊക്കെ കളഞ്ഞ് കഴിഞ്ഞിട്ട് എണ്ണ ഇടാറ്. തലയിൽ എണ്ണ കാച്ചിയതാട്ടോ തേക്കുന്നത്. തറവാട്ടിൽ നിന്ന് വന്നപ്പോൾ അച്ചാമ്മ തന്നു വിട്ടതായിരുന്നു പിള്ളേർക്ക് തേക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ ഞാനും ചേട്ടനും അത് തന്നെ തേക്കുന്നത്. തലയൊക്കെ ഒതുക്കി കെട്ടി വെച്ചു. ഇനി എനിക്കും കുളിക്കണം, അവർ രണ്ടുപേരെയും കുളിപ്പിക്കണം. എന്നിട്ട് വേണം അവൻ അംഗൻവാടി കൊണ്ടുവന്നാക്കാൻ. അകത്തേക്ക് കയറിയപ്പോൾ തമ്പുരു കൈയും പിടിച്ച് നടപ്പ് തുടങ്ങിയിട്ടോ എൻ്റെ ഒപ്പം. ആള് പതിയെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. അകത്തേക്കൂടെ ഒറ്റയ്ക്ക് നടക്കാൻ ഭയങ്കര പേടിയാണ്. പക്ഷെ മുറ്റത്തേക്കൂടെയൊക്കെ ആൾ 1-2 അടിയൊക്കെ തനിയെ വെക്കുക. അത്ര ടൈലായതുകൊണ്ടാണെന്ന് തോന്നുന്നത് ആൾക്ക് പേടിയാവുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അവന് കൊണ്ടുപോകാനുള്ള ഉടുപ്പ് ബാഗിലേക്ക് എടുത്ത് വെക്കുവാണ്. അപ്പോൾ ഞങ്ങളുടെ 3 പേരുടെയും കുളിയൊക്കെ കഴിഞ്ഞു. അവനെ റെഡിയാക്കുകയും ചെയ്തു. അവനെ അംഗൻവാടി കൊണ്ടുവന്നാക്കുന്നതിന് മുമ്പ് തമ്പുരുവിനെയും കുളിപ്പിക്കും കേട്ടോ. കാരണം വന്നു കഴിയുമ്പോഴേക്കും ആൾ ഉറങ്ങും. അത് കാരണം നേരത്തെ അവളെയും കുളിപ്പിക്കും അവൻ്റെ ഒപ്പം തന്നെ. തമ്പുരുവിനും അച്ഛൻ്റെയിലും കൊടുത്ത് ഞങ്ങൾ ഇതേ പുറത്തേട്ട് ഇറങ്ങി. അനിയത്തിയും കൊച്ചും വരാനുണ്ട്. അപ്പോഴാണ് അംഗൻവാടിയിലുള്ള കൊച്ചിൻ്റെ ഉമ്മാനെ കണ്ടത്.
ഒറ്റയാളെ ഇരിക്കാൻ പാടാ. ആ പോലീസുകാരൊരു തൊപ്പിയൊക്കെ വെച്ചുണ്ട്. നടക്ക് അള്ളിക്ക് കത്തിയാ ഇതുപോലെ കേട്ടോ എന്നും അംഗൻവാടി പോകുന്ന കാണുന്നവരോടൊക്കെ വിശേഷമൊക്കെ പറഞ്ഞ് അംഗൻവാടി എത്തും ഒരു നേരമാവും. അപ്പൊ അത് അവിടെ ഒരു കോഴിനെ കണ്ടോണെന്ന് പറഞ്ഞ് കയ്യിലിരുന്ന കോലം ഒറ്റ ആ വീടിന്റെ ജനൽക്കാണ് പോയി കൊണ്ടത്. എന്തോ ഭാഗ്യ ജനലിൽ പൊട്ടാഞ്ഞ. ഞാനാണെങ്കിൽ പേടിച്ചും പോയി അവൻ ആ കോല് എറിയണ കണ്ടോ. രാവിലെ എന്നെ നാട്ടുകാരെയും ചീത്ത വെക്കേണ്ടി വന്നേരം. അതൊക്കെ കഴിഞ്ഞ ആശ നടക്കുവാണ്. നടക്കണ വഴിക്ക് ഉള്ള കണ്ട കോലും കല്ലും എല്ലാം പറക്കി എടുക്കുന്നുണ്ട് കേട്ടോ അവൻ. അംഗൻവാടി എത്തണവരെ എനിക്ക് ഒച്ചെടുക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അവളും കൊച്ചു ഫ്രണ്ടിലും നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒപ്പം നടന്ന് എന്നും അംഗൻവാടി എത്തൂലെന്ന് അറിയാത്തോണ്ട് അവര് നേരെ നടക്കുവാണ്. കുറച്ച് നടക്കാനുണ്ട് അംഗൻവാടിയിലേക്ക്. ഒരു 5 മിനിറ്റോളം വീട്ടിൽ നിന്ന് നടക്കാനുണ്ട് അംഗൻവാടിയിലേക്ക്. ഇടയ്ക്ക് ഇതേ നിന്ന് പോകുന്നുണ്ട് ആൾ. അത് എന്തിനായിരിക്കും നിൽക്കുന്നത്. അങ്ങനത്തെ സാഹസിക യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അംഗൻവാടിയിലെത്തി. ടീച്ചർക്ക് ബുക്കൊക്കെ എടുത്തുകൊണ്ടേ കൊടുത്തു. ഇനിയിപ്പോ ഒരു അരമണിക്കൂറോളം ഉമ്മയും ടാറ്റയും തരലായിരിക്കും. JCB അവിടെ ഉണ്ട് പോയെടുത്തോ. ചെല്ല് ടാറ്റാ. ആന്റീനോട് ചോദിക്കേ പൂവാട്ടമ്മ. അവനെ കൊണ്ടുവന്നാക്കി തിരിച്ചു വന്നപ്പോഴേക്കും എന്തേ തമ്പുരിനെയും കൊണ്ട് അച്ഛൻ പുറത്തിരിക്കുമായിരുന്നു. ഹോട്ടലിൽ അനിയത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആളോട് അവള് എന്തൊക്കെയോ വിശേഷങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ആള് വിളിച്ചാൽ പോവില്ല, വേറെ ആരുടെ അടുത്തും പോവില്ല പൊതുവെ ആള്. ഇങ്ങനെ പക്ഷെ വർത്താനം പറയുകയോ ചിരിക്കുകയൊക്കെ ചെയ്യും. ഞങ്ങൾ അംഗൻവാടി പോണ സമയത്ത് ഇവൾ അകത്തിരിക്കില്ല. അത് കാരണം അച്ഛൻ പുറത്ത് കൊണ്ടുവന്നിരുത്തു. ഇതുപോലെ ഇത് അവൻ്റെ സൈക്കിൾ. കുറച്ചു നേരം പുറത്തു നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അവളെ കൊണ്ട് ഞാൻ അകത്തേക്ക് പോന്നു. അച്ഛൻ കടയിൽ എവിടെയോ രാവിലെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്തേ ചായ കുടിക്കാൻ പോവുകയാണ്. അവളെ ടേബിളിലും കൊണ്ടുവന്നിരുത്തി ഞാൻ എന്തേ അവിടെ നിന്ന് ചായ കുടിക്കാൻ പോവുമായിരുന്നു. അവന് രാവിലെ ചായ കൊടുത്തതിൻ്റെ ബാക്കി ഒരു കഷ്ണം പുട്ടും സോയാബീൻ കറി ഉണ്ടായിരുന്നു. എനിക്ക് സോയാബീൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ബീഫൊക്കെ കറി വെക്കണ പോലെ അത് കറി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടി ഞാൻ ചായ കുടിച്ചു. സൈഡിൽ അവൾ ഇതേ ജഗ്ഗിലേട്ട് ഫോൺ എടുത്തിട്ടുണ്ടെന്ന്. അത് കളിക്കുന്ന ഫോണാണ് കേട്ടോ. കീപാഡ് പഴയതേതോ അത് ജഗ്ഗിലേക്ക് എടുത്തിടുന്നു. ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഉറക്കം വരുന്നുണ്ടായിരുന്നു. അവളെ ഞാൻ ഉറക്കി. ഞാനും കുറച്ചു നേരം അവളുടെ ഒപ്പം കിടന്നു. അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് കറി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് അടുക്കളയിട്ട് വന്നപ്പോഴേക്കും അവൾ എഴുന്നേറ്റു. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മളൊന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ പിള്ളേർ കിടന്ന് ഉറങ്ങിക്കോളും. നമ്മൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് വരുമ്പോഴേക്കും എഴുന്നേക്കും. അപ്പോൾ ഞാൻ അവളെ സ്ലാബിൻ്റെ പുറത്ത് കൊണ്ടുവന്നിരുത്തി ഞാൻ എൻ്റെ പണി നോക്കുവാണ്. ഇന്നിപ്പോൾ മോരുകൂട്ടാനും ഉണ്ടാക്കാം, ചെമ്മീനും സവാളയും വഴറ്റാൻ പപ്പടം വറക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്നൊക്കെ നോക്കിയാലോ. അപ്പോൾ ഇത് മോരുകൂട്ടാനുള്ള വെള്ളരിക്ക ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെള്ളരിക്ക കുമ്പളങ്ങ വെച്ച് മോരുകൂട്ടാൻ ഉണ്ടാക്കാറുണ്ട്. കൂടുതലും കുമ്പളങ്ങ വെച്ച് ഉണ്ടായിക്കൊണ്ട് ഇന്നിപ്പോൾ ഒരു വെള്ളരിക്ക അവിടെ കിടക്കണ കാരണം എന്നാൽ പിന്നെ വെള്ളരിക്ക വെച്ചൊരു മോരുകറി വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു ഒലത്തും ഒരു ഒഴിച്ചുകൂട്ടാനും എന്തായാലും വേണം. ഒലത്ത് മാത്രം ഉണ്ടാക്കിയാൽ ചോദിക്കും ഒഴിച്ചുകൂട്ടാനൊന്നുമില്ലേന്നോ. അപ്പോൾ ഒഴിച്ചുകൂട്ടാൻ ഉണ്ടാക്കിയാൽ ചോദിക്കും ഒലത്തൊന്നുമില്ലേന്ന്. അപ്പോൾ പിന്നെ രണ്ടും ഉണ്ടാക്കും. സൈഡായിട്ട് പപ്പടം അച്ചാറും അങ്ങനെയുണ്ട്. ഞാൻ മൺകലത്തിലാട്ടോ മോരുകറി വെക്കാൻ പോകുന്നത്. മോരുകറി വറുത്തരച്ച് വെക്കുന്ന കറികളും മൺകലത്തിലാട്ടോ വെക്കുന്നത്. അതിനകത്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദ്. ഞാൻ അപ്പോൾ കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വെച്ചു. അത് കഴിഞ്ഞ് നേരെ മോരുകറിക്ക് വേണ്ട അരിപ്പിന് വേണ്ടി തേങ്ങ തിരവാനെടുത്തു. സഹായത്തിന് തമ്പുരും ഉണ്ട്. ചേട്ടായി ഇല്ലാത്ത കാരണം തമ്പുരും ഉള്ളത് കേട്ടോ. അല്ലെങ്കിൽ തമ്പുരുവിന് ഈ സൈഡിലായിട്ട് അടുപ്പിക്കൂല ചേട്ടായി. എപ്പോഴും ചേട്ടായി ആയിരിക്കും എൻ്റെ ഒപ്പം. അപ്പോൾ ഇത് തേങ്ങയിൽ ജീരകവും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൈയോടെ തന്നെ വേസ്റ്റ് അവിടുന്ന് തൂത്തെടുത്തു. അരപ്പിൽ പിന്നെ ലേശം മഞ്ഞപ്പൊടി ചേർക്കും കേട്ടോ. അതാവുമ്പോൾ തേങ്ങ വെള്ളച്ച് കിടക്കൂല, അരച്ചൊഴിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി അരച്ചിട്ട് വരാം നമുക്ക്. തേങ്ങയൊക്കെ അരച്ചെടുത്ത് വെച്ചു. അപ്പോൾ കഷ്ണങ്ങളൊക്കെ കിടന്ന് വേവുമാണ്. 2 പേർക്കുള്ള കറിയായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ, കൂടുതലൊന്നുമില്ല. ഒരു ചെറിയ വെള്ളിരിക്കായിരുന്നു. അപ്പോൾ അത് വെച്ചൊരു മോരുകൂട്ടാൻ. ഇപ്പോൾ തേങ്ങ അരച്ച് വെച്ചേക്കണം. തൈര് ഇവിടെ അടുത്ത കടയിൽ നിന്ന് മേടിച്ചതാണ്. ചെമ്മീനും ഒന്ന് റോസ്റ്റ് ആക്കണം, ഒരു പപ്പടം പൊരിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ തമ്പുരു അപ്പോഴത്തേക്കും നൊലൊളിച്ച് തന്നെ ഞാൻ എടുത്ത് പിടിച്ചു വിട്ടു തമ്പുരു. ഞാൻ കട്ടത്തൈരാണെന്ന് നോക്കുന്നത് കേട്ടോ കാണുന്നത്. കട്ടത്തൈരാണെങ്കിൽ ഒന്ന് അരച്ചിട്ട് വേണം ഒഴിക്കണം, ഇല്ലെങ്കിൽ കട്ട പോലെ കിടക്കും. അപ്പോൾ ഒഴിക്കേണ്ടി വന്നില്ല, സാധാ പോലെ അരപ്പൊഴിച്ച് ഒന്ന് തിളച്ചതിന് ശേഷം കേട്ടോ തൈര് ഒഴിക്കാറ്. കൂട്ടത്തിൽ ഞാൻ ഉപ്പ് നോക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ ലേശം ഉപ്പും കൂടി ചേർത്തു.
ഒന്നുകൂടെ ഇളക്കി. എന്നിട്ട് ഞാൻ കറി വാങ്ങി വെച്ചു. അതിനുശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. കടുകും ഉലുവയും ഉള്ളിയും മുളകും മൂപ്പിച്ച് താളിപ്പുണ്ടാക്കി ഒഴിക്കാൻ വേണ്ടിയിട്ട്. വേപ്പില ഉണ്ടായിരുന്നില്ല, അത് കാരണം വേപ്പില ഇട്ടില്ല. വേപ്പില ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് വേപ്പില എടുത്തുകൊണ്ട് വരാറ്, അല്ലാണ്ട് ഇവിടെ വേപ്പില ഇല്ല. അല്ലെങ്കിൽ പിന്നെ പച്ചക്കറിയൊക്കെ മേടിക്കുന്ന കൂട്ടത്തിലേ ഇവിടെ വേപ്പില കിട്ടാറുള്ളൂ. അപ്പോൾ അത് താളിപ്പായിട്ടുണ്ട്. താളിപ്പ് എന്നിട്ട് ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു. എനിക്ക് ഈ വറ്റൽമുളക് പൊട്ടിക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കറി. ശേഷം ഞാൻ സെയിം ചട്ടി തന്നെ ചെമ്മീൻ ഉണ്ടാക്കാനുള്ള സവാള അതിൽ തന്നെ വഴറ്റുവാണ്. ഉപ്പും മുളക് പൊടി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റുക കേട്ടോ. കൂട്ടത്തിൽ അപ്പുറത്ത് പപ്പടം വറക്കാനുള്ളതും കൂടി ചെയ്യുന്നുണ്ട്. അതാവുമ്പോൾ ഒരുമിച്ച് ആ പണി അങ്ങോട്ട് കഴിഞ്ഞു. ചേട്ടൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ 2-3 കറി ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഞാൻ മാത്രമുള്ളെങ്കിൽ എനിക്കായിട്ട് ഞാനൊരു കറി ഉണ്ടാക്കാറില്ല, എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ആക്കുകയുള്ളൂ. അപ്പോൾ ആൾ വരുമെന്ന് പറഞ്ഞ് തന്നെ ആൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതേ ഒരു കൈ കൊണ്ട് പപ്പടം വറക്കുകയാണ്, ഒരു കൈ കൊണ്ട് സവാള ഇളക്കുകയാണ്. ഈ ചെമ്മീൻ റോസ്റ്റിലുണ്ടല്ലോ മുളക് പൊടി മഞ്ഞപ്പൊടി അല്ലാണ്ട് വേറെ ഒന്നും മസാലകളായിട്ട് വേറെ ഒന്നും ചേർക്കാറില്ല കേട്ടോ. മുളക് പൊടി മഞ്ഞപ്പൊടി മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ അതേ കറിയൊക്കെ ആയിട്ടുണ്ട്. പപ്പടം വറുത്ത് മോരൂട്ടാനുണ്ടാക്കി ചെമ്മീൻ സവാള വഴറ്റി കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ വന്നത്. അപ്പോൾ ഞങ്ങൾ ഇതേ ചോറുണ്ണാനിരുന്നു. ചേട്ടൻ ഇരുന്ന് ചോറുണ്ണുവാണ്, ടി വിയും കണ്ടുകൊണ്ടിരുന്ന്. ഊണ് കഴിഞ്ഞ് ചേട്ടൻ നേരെ ജോലിക്ക് പോയി. അത് കഴിഞ്ഞ് ഞാനും അവളും കൂടി കുറച്ചു നേരം ഫ്രണ്ടിൽ വന്ന് ഇരുന്നു കളിക്കാൻ വേണ്ടി. ഇതിനിടയ്ക്ക് ഞാൻ അവൾക്ക് ചോറ് കൊടുത്തായിരുന്നു കേട്ടോ. വീഴും, ഓ വീഴും, താഴ്ത്തേട്ട് ഇറങ്ങണ്ട, അടി കിട്ടും, നിനക്ക് അമ്പ കിട്ടും, നിനക്ക് അമ്പ കിട്ടും. കണ്ടോടി തല്ലണത്. അച്ചു വറ്റേ ആ വീഴും, എടി പിടിച്ചില്ലെങ്കിൽ വീഴൂന്ന്. അയ്യോ വീണ്, അയ്യോ വീണ്, അയ്യോ അയ്യോ. ഒളിച്ചേ കണ്ടേ, ഒളിച്ചേ, ഒളിക്കി, ഒളിക്കി. ഏത് ഉയ്യോ ഒളിച്ച് ചവിട്ടിരുന്ന തലയിലുള്ള. അയ്യേ, തുണി എടുത്തോണ്ട് വാ, തുണി എടുത്തിട്ട് വാ. ആ കുറച്ചു നേരം അവളുടെ ഒപ്പം കളിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ചോറുണ്ടാക്കും കറി ഉണ്ടാക്കിയ പാത്രം കഴുകാനുണ്ടായിരുന്നു. അതങ്ങോട്ട് കൈയോടെ കഴുകി വെച്ചത്. ഊണേക്കലും പണിയും കഴിക്കുമ്പോഴേക്കും അവനെ വിളിക്കാറാവും. യൂക്കുട്ടനെ പോയി വിളിച്ചിട്ട് വരാം. ഓക്കേ. ഇപ്പുറത്തേടെ വാ. എന്താ നോക്ക്, എന്തിന് അംഗൻവാടി വിട്ട് വന്നല്ലേ ഉള്ളൂ, വീട്ടിൽ കയറാദ്യം. വീട്ടിൽ കയറി ചായയൊക്കെ കുടിച്ചിട്ട് പോവാം നമുക്ക് കളിക്കാൻ. ഇത്ര നേരം അവിടെ കളിച്ചിട്ടല്ലേ വരുന്നേ. എടാ ഒന്ന് വാടാ, അവിടെ ഇരുന്നോ, ഞാൻ കേറി പോവാ. അവിടെ കിടന്നോട്ടാ, ഞാൻ പോവാട്ടാ. ബാ ഷോൺ വെച്ചേരാ ബാ. എടാ ഒന്ന് വാടങ്ങട്. എടാ മോനെ റോഡ് സൈഡിലാണ് കിടക്കണത്, വാരാൻ. എടാ ഒന്ന് എഴുന്നേറ്റ് വരാൻ. അമ്മ കൊണ്ടുപോവാ, വാ എഴുന്നേക്ക്. ആദ്യം അകത്തേക്ക് കയറുന്നിട്ടല്ലേ നീ കേറുന്നുണ്ടോ ഇങ്ങട്? ഒന്നിനെ കരയണേ. എടി ചേട്ടയുടെ ബുക്കാണത്. വിട് 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 വിട്.
എവിടെ നോക്കട്ടെ. എന്തിനു കരയണേ? എന്തിനു കരയണേ? രണ്ടെണ്ണത്തിനെ കരച്ചിലും ബഹളമൊക്കെ കഴിഞ്ഞ് രണ്ടെണ്ണത്തിനെ ഞാൻ സൈഡാക്കി. പെണ്ണിനെ അച്ഛൻ്റെയിലും കൊടുത്തു, ചെറുക്കന് ടിവിയും വെച്ച് കൊടുത്തിട്ട് ഞാൻ ഉച്ചയ്ക്ക് ചേട്ടൻ വന്നപ്പോൾ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നന്നാക്കി വെക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം അവനെയും കൊണ്ട് കളിക്കാൻ പോകാനുള്ളതാണ്. അപ്പം അത് തന്നെ നേരത്തെ നന്നാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇത് മീൻ നന്നാക്കി രണ്ട് വറക്കാനുള്ളതും കറി വെക്കാനുള്ളതും മാറ്റി മാറ്റി ആക്കി വെച്ചു. തലക്കഷ്ണമൊക്കെ കറി വെക്കാനും അല്ലാണ്ട് നല്ല കഷ്ണം നോക്കി വറക്കാനും എടുത്തു. വറക്കാനുള്ളത് ഞാൻ അപ്പം തന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ പറ്റി ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ്. അതാകുമ്പോൾ വരുമ്പോൾ തന്നെ വറക്കാൻ വേണ്ടിയിട്ട്. കറി ഇപ്പോൾ വെക്കുന്നില്ല, സന്ധ്യ ആകുമ്പോൾ വെക്കുന്നുള്ളൂ. 5 മണിക്കാകുമ്പോഴേക്കും ചെറുക്കൻ്റെ ഒപ്പം കളിക്കാൻ പോകണം. താഴെ ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ട്, അപ്പോൾ അവിടെ കളിക്കാൻ പോകും. അവിടെ ഇപ്പോൾ അവൻ്റെ അംഗൻവാടിയിലെ കൂട്ടുകാരൻ വരും. അപ്പോൾ ഇത് വറക്കാനുള്ളത് പാത്രത്തിലാക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. നമുക്ക് വന്നിട്ട് വറക്കാം, കറിയും വെക്കാം. നമുക്ക് അവൻ്റെ ഒപ്പം കളിക്കാൻ പോയിട്ട് വരാം. വണ്ടി വരും. ചാച്ചന്റെ അങ്ങോട്ട് വളച്ച് കയറ്റിട്ടാ, ചാച്ചന്റെ അങ്ങോട്ട് വളച്ചു പോണോട്ടാ. വളച്ച് കയറ്റിക്കോ, ചാച്ചന്റെ അങ്ങോട്ട് വളച്ച് കയറ്റ്. വണ്ടി വന്ന് അവിടെ നിക്കട്ടെ, വണ്ടി വന്ന്. അപ്പം ഞങ്ങൾ ഗ്രൗണ്ടിലെത്തിയപ്പോൾ പൈസ വന്നിട്ടുണ്ടായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്ക് എന്നും ഈ മണ്ണ് വാരി കളിക്കൽ തന്നെ. ഇന്ന് ഇവിടെ ചെളിയായിട്ടുണ്ട്, ഇല്ലെങ്കിൽ പൊടിമണ്ണ് വാരി കളിക്കും. ഇന്നിപ്പോൾ ചെളിയായി. ഇത് കാണുന്ന ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും പിള്ളേർ ചെളിയിലാണോ കളിക്കാൻ വിടുന്നതെന്നൊക്കെ. കുട്ടികളുണ്ടല്ലോ മണ്ണും ചെളി മഴയും എല്ലാം അറിഞ്ഞ് തന്നെ വളരും. അല്ലാണ്ട് പിള്ളേരെ വീടിൻ്റെ അകത്ത് തന്നെ പൂട്ടിയിടുന്നതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റും. ചില സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, മുറ്റത്തേക്ക് ചെരുപ്പിടാണ്ട് ഇറക്കില്ല, അവിടെ തൊടാൻ പാടില്ല, ഇവിടെ തൊടാൻ പാടില്ല, എവിടെയും തൊട്ട് കഴിഞ്ഞപ്പോൾ ഓടിപ്പോയി കൈ കഴുകിക്കല്. മക്കളെ ഒരുപാട് റെസ്ട്രിക്റ്റ് ചെയ്യുകയോ കൺട്രോൾ ചെയ്യുകയോ ചെയ്യാണ്ടിരിക്കുക. അവരവരുടെ ലൈഫ് എൻജോയ് ചെയ്യട്ടേന്നേ. അതൊക്കെ പോട്ടെ. എന്നിട്ട് കളി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. രണ്ടെണ്ണത്തിനും കുളിപ്പിച്ച് ഞാൻ സൈഡാക്കി. ഞാൻ കറി വെക്കാനുള്ള പരിപാടീസ് നോക്കുവാണ്. കറിക്ക് വേണ്ട എല്ലാം നേരത്തെ എടുത്തു വെച്ചു ഓരോന്നായിട്ട്. സാധാരണ ഞാൻ ഈ മൺചട്ടിയിൽ കറി വെക്കാറില്ല, കാരണം മൺചട്ടി വലിയ ചട്ടിയാണ്. അങ്ങനെ മീൻകറി ഇതിനകത്ത് വെക്കാറില്ല. വീഡിയോ എടുക്കണ കാരണം ഞാനിപ്പോൾ ചട്ടിയിൽ വെക്കുന്നതാണ്. സൈഡിൽ തമ്പൂര് ഇരിക്കുന്നുണ്ട്. തമ്പൂര് ഇതേ പാത്രമൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുവാണ്. ആളെ താഴെ ഇരുത്തി ആൾ കരയും. ഇതുപോലെ സ്ലാബിൻ്റെ പുറത്ത് കയറ്റി ഇരുത്തുവാണെങ്കിൽ അവിടെ ഇരുന്നോളൂ. അപ്പോൾ അതേ ചട്ടി ചൂടായപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, ഉലുവ പൊട്ടിച്ചു, പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും സവാളയൊക്കെ ഇട്ട് വഴറ്റുവാണ്. മുളക് പൊടി മാത്രം ഇട്ട്, മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാട്ടോ കറി വെക്കുക. മല്ലിപ്പൊടി ചേർക്കാറില്ല. മുളക് പൊടി മഞ്ഞൾപ്പൊടിയും പുളിയും ഇട്ട് തിളപ്പിച്ചതിന് ശേഷം മീനിട്ട് വറ്റിച്ചെടുക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സേമിയ വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി. സേമിയയുടെ ഉപ്പുമാവ് ഞാൻ ആദ്യമായിട്ടാണ് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. പക്ഷെ രണ്ടുപേർക്കും ഇഷ്ടമായി, രണ്ടുപേരും കഴിച്ചു കേട്ടോ നന്നായിട്ട്. ഇതൊക്കെ ഞാനും വായിൽ വെക്കുന്നുണ്ട്, ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ ചെറുക്കനും കൊണ്ട് കൊടുത്തു അവന് കഴിക്കാൻ വേണ്ടിയിട്ട്. അവൻ TV കണ്ടുകൊണ്ടിരുന്ന് കഴിച്ചു. അപ്പോഴേക്കും മീൻകറി ആയിരുന്നു. ഞാൻ ഓഫ് ചെയ്തു മീനിൻ്റെ ഇത്. പിന്നെ ഞാൻ മീൻ വറക്കാനിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തേക്ക് ആവശ്യത്തിന് മാത്രം വറക്കാനെടുത്ത് ബാക്കി ഫ്രിഡ്ജിൽ തന്നെ ഇരിപ്പുണ്ട്. എല്ലാം കഴിഞ്ഞ് മുറിയിലേക്ക് വന്നപ്പോൾ ഉള്ള മുറിയുടെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ പിന്നെ അവിടെ ആകെ ഒതുക്കി പറക്കി വൃത്തിയാക്കി. ഇവിടെ അവനുണ്ട്, അവനോട് ബെഡിൽ നിന്ന് മാറാൻ പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്താൽ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൻ അങ്ങോട്ട് ഇങ്ങോട്ട് ഉരുണ്ട് കളിക്കുമായിരുന്നു. വണ്ടിയുടെ ടയർ വരെ അവൻ മുറി കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവർക്ക് ചോറ് കൊടുത്തായിരുന്നു രണ്ടുപേർക്കും. വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അവൻ ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്ന കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. 8:30-9 മണിയൊക്കെ ആകുമ്പോഴേക്കും രണ്ടുപേർക്കും ഉറക്കം വരും. അത് കാരണം 8 മണിയൊക്കെ ആകുമ്പോഴേക്കും രണ്ടുപേർക്കും ചോറ് കൊടുക്കും. വീണ്
രണ്ടുപേരുടെയും കളി കഴിഞ്ഞ് രണ്ടുപേരും കിടന്ന് ഉറങ്ങിയപ്പോൾ ഞാൻ പോയി മെയിൽ കഴുകിയിട്ട് വന്നു. ഇനിയിപ്പോൾ പോയി രണ്ടുപേരും മാറ്റി കിടത്തിയിട്ട് പോയി ചോറുണ്ണണം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കിടത്തിയിട്ട് ഒരു സൈഡിൽ ഞാനും അങ്ങനെയായിട്ട് കിടക്കാറ്. കുറച്ചൊരു ഫോണിൽ റീൽസൊക്കെ കണ്ട് പോയി ചോറിനിട്ട് വേണം വന്ന് കിടന്ന് ഉറങ്ങാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ ബൈ, സീ യു.